നമസ്കാരം. റേഷൻ കാർഡ് വിതരണം തുടങ്ങിയതു മുതലുള്ളതാണ് പരാതികളുടെ പ്രളയം. അനർഹരായ പലരും മുൻഗണനാ ലിസ്റ്റിൽ കയറിക്കൂടിയിട്ടുണ്ട്. എന്നാൽ അർഹരായ പലർക്കും ഇത് കിട്ടിയിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻ വാങ്ങുന്നവരുമെല്ലാം ഇന്ന് പാവപ്പെട്ടവരാണ്. എന്നാൽ ഒരു നേരത്തെ വകയില്ലാത്ത ഒരുപാട് പേർ ലക്ഷപ്രഭുക്കളാണ്. റേഷൻ വാങ്ങാനായി, ആശുപത്രിയിൽ നിന്നും മരുന്ന് വാങ്ങാനായി ഇവരെ കൂടി പാവപ്പെട്ടവരാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന ഒരു കൂട്ടം ജനത നമുക്ക് മുന്നിലുണ്ട്. ഭരണകൂട സംവിധാനത്തിൻ്റെ തെറ്റായ പ്രവർത്തനം മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളിലേക്ക് ഫോർ ദ പീപ്പിൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. ഗൃഹനാഥനെ മാറ്റി ഗൃഹനാഥയെ ആക്കി ഫോട്ടോയും അച്ചടിച്ചെത്തിയ പുതിയ റേഷൻ കാർഡിനെ നോക്കി പകച്ചു നിൽക്കുകയാണ് സർക്കാർ നൽകുന്ന റേഷനും ചികിത്സാ സഹായവുമൊക്കെയായി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പാവങ്ങൾ. മുൻപുണ്ടായിരുന്ന APL BPL കാർഡുകൾക്ക് പകരം 4 തരം കാർഡുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന AAY വിഭാഗത്തിന് മഞ്ഞ കാർഡ്, മുൻഗണനാ വിഭാഗത്തിന് പിങ്ക് കാർഡ്, സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവർക്ക് നീല കാർഡ്, സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവർക്ക് വെള്ള കാർഡ്. കാർഡിന്റെ നിറത്തിനനുസരിച്ച് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും വ്യത്യാസമുണ്ടാകും. മഞ്ഞ കാർഡ് ലഭിച്ച ഒരു കുടുംബത്തിന് 28 കിലോ അരിയും 7 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡ് പിങ്ക് ആണെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗത്തിനും 5 കിലോ വീതം ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും. സംസ്ഥാന സബ്സിഡിക്കാർക്കുള്ള നീല കാർഡിൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും 2 കിലോ അരി 2 രൂപ നിരക്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. വെള്ളക്കാർഡ് ലഭിച്ച പൊതുവിഭാഗത്തിന് അരി 8 രൂപ 90 പൈസ നിരക്കിലും ഗോതമ്പ് 6 രൂപ 70 പൈസ നിരക്കിലും നൽകും. ഇതാണ് 4 കാർഡുകൾ വേർതിരിച്ചുള്ള ആനുകൂല്യങ്ങളെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. 1000 ചതുരശ്ര അടിയുള്ള വീടുള്ളവർ, സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവർ, ഇതര വരുമാന മാർഗമുള്ളവർ എന്നിവരെയാണ് മുൻഗണനാ വിഭാഗം എന്ന പഴയ BPL ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. 1 ഏക്കറിൽ കൂടുതൽ വസ്തുവുള്ളവരും ലിസ്റ്റിൽ നിന്ന് പുറത്താവും. എന്നാൽ വിധവകൾ, ക്യാൻസർ രോഗികൾ എന്നിവരെ മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഈ മാനദണ്ഡങ്ങൾ വന്നപ്പോൾ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. കേരളത്തിലും വാസ്തവം പറഞ്ഞാൽ ഒരു വലിയൊരു വിഭാഗം ജനങ്ങളുടെ അന്നം റേഷൻ സമ്പ്രദായമായിരുന്നു. ഒരുപക്ഷെ ഒരു 30%, അല്ല പരമാവധി 40% ഇല്ല, ഒരു 30% പേർക്ക് മാത്രമാണ് റേഷൻ വേണ്ട എന്ന അവസ്ഥയുള്ളത്. പക്ഷേ APL BPL ഡിവിഷൻ കൊണ്ടുവന്നു. എന്തിനാണ് കൊണ്ടുവന്നത്? റേഷൻ പരമാവധി പേർക്ക് കൊടുക്കാതിരിക്കാനാണ്. എല്ലാവരെയും APL മാറ്റുക എന്ന ഒരു പോളിസി എടുത്തിരിക്കുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിച്ച് കിടക്കാൻ വകയുള്ളവർക്ക് റേഷൻ കൊടുക്കേണ്ട സമീപനം ആദ്യം എടുത്തു. പല്ല് തേക്കുന്നവർക്ക്, ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നവർക്ക് കൊടുക്കേണ്ട എന്നുവരെ കേന്ദ്ര മാനദണ്ഡങ്ങളിലൊന്ന് ഒരു സമയത്ത് വന്നു. സ്വന്തമായി കക്കൂസ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ച സമയമുണ്ട്. ഫാൻ ഉപയോഗിക്കണമെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ച സ്ഥലങ്ങളുണ്ട്. ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. വാച്ച് ഉള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നെ അടുത്ത് മാറ്റം വരുന്നു. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുള്ള ഒരാൾക്ക് റേഷൻ കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് റേഷൻ? അപ്പോൾ എന്ന് പറഞ്ഞാൽ റേഷൻ ഒരു പിടി വരുന്ന ആളുകൾക്ക് മാത്രമായി, ദരിദ്രരിൽ ദരിദ്രരായിട്ടുള്ള, പരമദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് മാത്രം, ദരിദ്രർക്ക് റേഷൻ കൊടുക്കേണ്ടതെന്നാണ് തീരുമാനം. പരമദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് മാത്രം റേഷൻ കൊടുത്താൽ മതി എന്ന ഒരു മാനദണ്ഡമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ APL BPL അല്ല, മുൻഗണനാ വിഭാഗവും അല്ലാത്ത വിഭാഗവും എന്ന ഒരു തരംതിരിവാണ് ഇപ്പോൾ ഉള്ളത്. ഈ മുൻഗണനാ വിഭാഗത്തെ തീരുമാനിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ കേരളത്തിൽ മഹാഭൂരിപക്ഷം പേർക്കും കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടി വരും. റേഷൻ കൊടുക്കേണ്ടതെന്ന് ഒരു മാനദണ്ഡത്തിൽ എത്തും. കാരണം വീടുള്ളവരാണ് പലരും. ഭൂരിപക്ഷം പേരും 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരുപക്ഷെ വീടുള്ളവരായിരിക്കും. പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം? അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ബാക്കി സംവിധാനങ്ങളില്ല. മേൽപ്പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് അർഹരായവരുടെ കരട് പട്ടിക ഉദ്യോഗസ്ഥർ പുറത്തിറക്കി. അതിനായി വർഷങ്ങൾ പലതെടുത്തു എന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ കാര്യങ്ങൾ മുറ പോലെയല്ലേ നടക്കൂ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ 5 വർഷം കൂടുമ്പോൾ മാറുന്നുള്ളൂ. ഉദ്യോഗസ്ഥരും അവരുടെ രീതികളും അങ്ങനെ തന്നെ തുടരുമല്ലോ. ഏതായാലും റേഷൻ കടക്കാരനും അത് പരിശോധിച്ച റേഷനിംഗ് ഉദ്യോഗസ്ഥരുമെല്ലാം ആവശ്യപ്പെട്ട അപേക്ഷകളും രേഖകളും എല്ലാം ഹാജരാക്കി കാത്തിരുന്നവർ കരട് പട്ടിക കണ്ട് ഞെട്ടി. കൂലിപ്പണിക്കാർ പോലും പട്ടികയ്ക്ക് പുറത്ത്. ഇതോടെ പ്രതിഷേധമായി.
പിന്നാലെ അപേക്ഷകളുടെ കെട്ടുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായി. പഞ്ചായത്തിൽ, വില്ലേജിൽ തുടങ്ങി താലൂക്ക് ഓഫീസിലെ അദാലത്തിൽ വരെ തങ്ങൾ പാവപ്പെട്ടവരാണെന്ന രേഖകളുമായി ചുറ്റി നടന്നു. എല്ലാം ശരിയാക്കി തരാമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരിക്കുകയും ചെയ്തു. മുൻഗണനാ പട്ടികയിൽ ഇടം പിടിക്കാൻ പരാതികൾ വന്നപ്പോൾ അദാലത്തുകളുണ്ടായി. ചിലരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. എന്നാൽ മറ്റു ചിലർക്ക് റേഷൻ കാർഡ് കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായത് ഞെട്ടൽ മാത്രമാണ്. മുൻഗണനക്കാർക്ക് ലഭിക്കുന്ന വെള്ള കാർഡാണ് പല പാവപ്പെട്ടവർക്കും ലഭിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ല. അദാലത്തിൽ ആവശ്യമുള്ള എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടും ലഭിച്ച വെള്ളക്കാർഡ് മാറ്റാൻ ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ക്യൂ നിൽക്കുകയാണ് ആയിരങ്ങൾ. അപേക്ഷ വാങ്ങിവെച്ച് ടോക്കൺ കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ. ഗൃഹനാഥനെ മാറ്റിയ ശേഷം കുടുംബത്തിലെ മുതിർന്ന വനിതയെ ഗൃഹനാഥയാക്കിയപ്പോൾ പ്രായമായവർ പോലും താലൂക്ക് ഓഫീസിലെ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പാവം കൂലിപ്പണിക്കാരന്റെ അവസ്ഥ കൂടി കാണേണ്ടതുണ്ട്. മാനസിക രോഗിയായ ഭാര്യയും മകനും ജ്യേഷ്ഠനും അടങ്ങുന്ന കുടുംബമാണ് ഇയാൾക്കുള്ളത്. ലഭിച്ചതാകട്ടെ വെള്ളക്കാർഡ്. ആകെയുള്ളത് കുറച്ച് സ്ഥലവും പൊളിഞ്ഞു വീടാറായ വീടും. ഭാര്യയുടെയും മകന്റെയും ചികിത്സാരേഖകളും. എന്ത് ചെയ്യണമെന്ന് പോലും ഈ പാവത്തിനറിയില്ല. കിട്ടുന്ന കൂലി രോഗിയായവർക്കുള്ള മരുന്നിന് പോലും തികയില്ല. മരുന്ന് മുടങ്ങിയാലോ കഴിക്കാതിരുന്നാലോ മകൻ വയലന്റ് ആവുകയും ചെയ്യും. എനിക്ക് 20 കിലോ അരി കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡിസംബർ 30-ാം തീയതി അന്ന് ഒരാളിൻ്റെ ഭാഗം കൊടുത്തു വെച്ചിട്ട് പറഞ്ഞ് പൂരിപ്പിച്ച് പെട്ടെന്ന് മുമ്പറെ പോയി കണ്ട് കാട്ടാക്കട അപേക്ഷിക്കാൻ പറഞ്ഞു. മുമ്പർ ഇത് വലിയ അടിയാണെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൂരിപ്പിച്ച് മലയങ്കഴി പഞ്ചായത്ത് സെക്രട്ടറി സാറിനെ വിളിച്ച് 2 മണിക്ക് ശേഷം ഞാൻ കാട്ടാക്കട പോയി അങ്ങ് കയറി. അങ്ങേര് പെട്ടെന്ന് അംഗീകരിച്ചിരുന്നു പറഞ്ഞുകൊണ്ട് ഒരു കുറ്റി എന്നെ തന്ന്. അങ്ങനെ ഇരുന്ന് ഡിസംബർ മാസം 25-ാം തീയതി എൻ്റെ ചേട്ടൻ മരിച്ച്. പിന്നെ പ്രാർത്ഥനയിൽ അന്ന് ഒരാൾ എനിക്കറിയപ്പെട്ട PPL എന്നുള്ള കാർഡ് APL-ആയി 10 രൂപയുള്ള അരിയാണ് കിട്ടുന്നത് എന്നു പോവാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മലയങ്കിരുന്ന ഒരാൾ വിളിച്ച് എൻ്റെ ചേട്ടൻ്റെ ഈ കാർഡ് കിട്ടും, വെള്ള കാർഡ് കിട്ടും മുമ്പേ ഈ കാർഡ് അപേക്ഷിച്ച് ഭാര്യയുടെ സർട്ടിഫിക്കറ്റ്, എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൂടെ എടുത്ത് കാട്ടാക്കട സപ്ലൈ ഓഫീസ് ചെന്നപ്പോൾ അങ്ങാര് പറഞ്ഞ് മലയങ്കഴി സെക്രട്ടറിയിലെ ഫാം വേണം, എല്ലാം വേണമെന്ന് പറഞ്ഞ്. പിന്നെ തിരിച്ച് വന്ന് മുമ്പറേയും കൂടെ കണ്ട് വിജയം വന്ന് വിളിച്ച് മലയങ്കഴി എന്ന സെക്രട്ടറി സാറിൻ്റെ അപേക്ഷയെ ഒപ്പും മാച്ച് കാട്ടാക്കട കൊണ്ടുപോയി കമ്പ്യൂട്ടറിൽ വെച്ച് ഫീഡ് ചെയ്ത് APL എന്നുള്ള PPL ആക്കിയിട്ടുണ്ട്. 3 മാസം കഴിയുമ്പോൾ മലയങ്കഴി പഞ്ചായത്തിൽ വരും, ചെന്ന് നോക്കണം. എൻ്റെ മരുമോള് പോയി നോക്കി, ഈ കൂടെ കൊണ്ടുപോയ ആൾ പോയി നോക്കി. പേര് ഉണ്ട്, ശാന്ത എന്ന പേരുണ്ട്. എന്നാൽ ഇപ്പോൾ ജൂലൈ മാസം 15-ാം തീയതി തന്നത് വെള്ള കാർഡ് ആണ് എനിക്ക് തന്നത്. അദാലത്തിൽ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്ന രേഖ ഹാജരാക്കി നോക്കി. മാനസിക രോഗിയായ ഭാര്യയെ നേരിട്ട് കാണിച്ചു നോക്കി. എന്നിട്ടും ഫലമുണ്ടായില്ല. പഴയ BPL കാർഡിൽ ജ്യേഷ്ഠനെ പെൻഷനർ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മാനസിക രോഗത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇയാൾക്ക് ലഭിക്കുന്നത് 1000 രൂപയുടെ മാനസിക രോഗിക്കുള്ള ക്ഷേമ പെൻഷനാണ്. ഇത് സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്തിൽ നിന്നും സർട്ടിഫിക്കറ്റും വാങ്ങി നൽകി. എന്നാൽ പുതിയ കാർഡിൽ ഇയാളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ പെൻഷനർ എന്നാണ്. പക്ഷേ ഇവർക്ക് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യത്തെ റേഷൻ കാർഡ് 2011 ഇഷ്യൂ ചെയ്യുന്ന റേഷൻ കാർഡ് കിട്ടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഈ വീട്ടിൽ കൂടെ താമസമുണ്ട്. അപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ മലയങ്കഴി ഗ്രാമപഞ്ചായത്ത് വാങ്ങി വരുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ റേഷൻ കാർഡ് അടിച്ച മിസ്റ്റേക്കിൽ ആ പേരിൻ്റെ നേരെ പെൻഷനർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വച്ചിട്ടാണോ ഇല്ലെന്നുള്ള അറിഞ്ഞൂടാ. ഇപ്പോൾ BPL ലിസ്റ്റ് അവസാന നിമിഷം പറഞ്ഞു, റേഷൻ കടയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പേരില്ല, BPL ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞു. അവിടെ പോയി കാര്യങ്ങളെല്ലാം വന്നു പറഞ്ഞു, പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ അപ്പീൽ കൊടുത്തവരുടെ ഒരു BPL ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് റേഷൻ കടകളിൽ വീണ്ടും ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റ് വെച്ചൊന്ന് പരിശോധിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് BPL ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോഴും APL ലിസ്റ്റിൽ തന്നെ കിടന്നു. അപ്പോൾ ഞാൻ ഈ വിവരം പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി ഇതിന് വേണ്ടിയിട്ട് BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് മലയങ്കഴി പഞ്ചായത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തു. ഇദ്ദേഹം ഇത്ര വർഷക്കാലം കൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻ ഇത്ര വർഷക്കാലം കൊണ്ട് കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളാണെന്നും മറ്റ് പെൻഷനുകൾ വാങ്ങുന്നില്ല എന്നും ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും നമ്മുടെ പേരൂർക്കട മെൻ്റൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ 2 അവയിൽ ഉൾപ്പെടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും താലൂക്ക് ഓഫീസിൽ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തു പറഞ്ഞു, ഇല്ല ഇനി നിങ്ങൾക്ക് യാതൊരു വിഷയം വരില്ല, നിങ്ങളുടെ പെൻഷൻ റേഷൻ
BPL പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അരിയെല്ലാം കിട്ടും, വളരെ തൃപ്തിയോടെ പോകാൻ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരുടെ ആ ഒരു പറച്ചിൽ അദ്ദേഹം വളരെ തൃപ്തനായിട്ട് തിരിച്ചു വന്ന്. പക്ഷേ ഈ റേഷൻ കാർഡ് വിതരണം ചെയ്തപ്പോൾ ആ റേഷൻ കാർഡ് വെള്ള കാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇത്രയും തെളിവുകൾ സഹിതം ചെന്നിട്ട് പോലും അതിന് എന്താണെന്ന് പരിഗണിച്ച് താലൂക്ക് ഓഫീസിൽ തന്നെ ഇതിനെ ഒരു BPL പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്നത്തെ വ്യവസ്ഥ നിലനിൽക്കെ ഇവർ അതിന് പോലും പരിഗണിക്കാതെ നേരത്തെ പെൻഷനർ എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സർവീസ് പെൻഷനർ എന്നെഴുതിക്കൊണ്ട് ഇദ്ദേഹത്തിന് വെള്ള കാർഡ് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് എന്താണ്, എവിടെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ഉദ്യോഗസ്ഥരുടേതായ ഒരു അലംഭാവമാണോ, അതോ ഇത്തരം കുടുംബങ്ങളെ അവർ കാര്യമായി ഈ അപേക്ഷകൾ നേരെ പരിഗണിക്കാതെ കൊടുക്കുന്ന അപേക്ഷകൾ താലൂക്ക് ഓഫീസിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള അറിയില്ല. ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം 3 മാനസിക രോഗികളുടെ ചികിത്സ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത് ശരിയാക്കാൻ വീട്ടിലുള്ളവരെയെല്ലാം പൂട്ടിയിട്ട് ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇയാളിപ്പോൾ. പിച്ചയെടുത്ത് ജീവിക്കുന്ന വികലാംഗർക്ക് പോലും കോടീശ്വരൻ കാർഡ് നൽകിയ ഉദ്യോഗസ്ഥരുടെ മനസ്സലിഞ്ഞാൽ ഈ പാവം രക്ഷപ്പെടും. ഇത് ഒരാളുടെ മാത്രം കഥയല്ല, ചികിത്സാ സഹായത്തിനായി നെട്ടോട്ടമോടുന്ന പലരുടെയും കഥയാണ്. റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ പേരിലല്ല, ചികിത്സയ്ക്കും മറ്റുമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കായാണ് പലരും മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ മാസം ശമ്പളവും പെൻഷനും ലഭിക്കണമെങ്കിൽ റേഷൻ കാർഡുകൾ സീൽ ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശം വന്നതോടെ പലരും ക്രമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന കാർഡുകൾ തിരികെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. നിർദ്ദേശം വന്ന് 2 ദിവസത്തിനുള്ളിൽ 10,000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥരാണ് കാർഡുകൾ തിരികെ ഏൽപ്പിച്ച് നല്ല പിള്ളയായത്. ഇതിൽ പ്യൂൺ, ക്ലർക്ക് തുടങ്ങി ഡോക്ടർമാർ വരെയുണ്ട്. കാർഡ് വിതരണത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് മത്സ്യത്തൊഴിലാളികളാണ്. 70% പേർക്കും ലഭിച്ചിരിക്കുന്നത് വെള്ള കാർഡുകളാണ്. ഇതോടുകൂടി തന്നെ അവർ ആനുകൂല്യങ്ങളുടെ വലിയൊരു പട്ടികയിൽ നിന്ന് പുറത്തായി. മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർ ഏറെയാണ്. 70% മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് വെള്ള കാർഡുകളാണ്. ആദ്യം BPL ആയിരുന്നു. ഈ BPL കാർഡ് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഒരു രോഗിയാണ്, ഹാർട്ടിന് കുഴപ്പം, കരൾ പകുതിയില്ല. ഇത് എങ്ങനെ ഞങ്ങൾ ചികിത്സിക്കും? ഈ 10 കിലോ 25 കിലോ അരി വാങ്ങിച്ച് 2 കിലോ അരി വിറ്റാണ് ഞങ്ങൾ പൈസയ്ക്കാണ് ഞങ്ങൾ മരുന്നുകൾ വാച്ചാൻ എൻ്റെ ഭർത്താവ് കഴിയുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഈ ഇടയിൽ വെച്ചപ്പോൾ ഈ APL വന്ന് എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ 5 കിലോ അരി കിട്ടിയെന്നുള്ള ഞങ്ങളുടെ രോഗം തീരുമല്ലോ, ഞങ്ങളുടെ ഒന്നും തീരുമല്ലോ, ആശുപത്രി കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ജീവിക്കുന്നത്. വിധവകൾക്കും രോഗികൾക്കുമെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് കടലോര മേഖലയിൽ. ഇതോടെ പലരും ചികിത്സ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുകയാണ്. 8 മാസമായി അമ്മ കിടപ്പിലായിട്ട്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടത്തിയിരുന്നു. എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. അമ്മയ്ക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു, എന്നാലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കിടപ്പിലാണ്. ഞാൻ മാസം തോറും കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ആദ്യം എനിക്ക് BPL ലിസ്റ്റ് അടിച്ച് വന്നപ്പോൾ ഇത് കൊടുത്താൽ എനിക്ക് പകുതി മതിയായിരുന്നു. എക്സ്ട്രാ ഫ്രീ ആയിരുന്നു. ബാക്കിയെല്ലാം മരുന്നിനൊക്കെ എഴുതി തരുമ്പോൾ പകുതി കൊടുത്താൽ മതി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തരുമ്പോഴും പകുതി കൊടുത്താൽ മതി. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കൊണ്ടുപോയപ്പോൾ ഒന്നും എല്ലാം പൈസ കൊടുത്താണ് ഞാൻ ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും വലിയ പ്രതീക്ഷയോടെ ഇരുന്ന് എനിക്ക് ചുവപ്പ് കാർഡ് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. 2 പെൺകുട്ടികളാണ്, അതുപോലെ 1000 രൂപ വരുമാനം വെച്ചിരിക്കുകയാണ്. നമുക്ക് പറ്റത്തില്ല, കടൽ കൊണ്ട് കിട്ടിയാലായി. ഒരു മാസ വരുമാനം എനിക്ക് 30,000 രൂപ ഒരു മത്സ്യത്തൊഴിലാളിക്ക് വന്നതാണ്. 30,000 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 രൂപ പോലും ഒരു വരുമാനമില്ല. ഇങ്ങനെയുള്ള ഞാൻ ഈ അസുഖമുള്ള ഒരാളുടെ ട്രീറ്റ്മെൻറ്റിന് പോലും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. ഞാനും ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞങ്ങളുടെ 2 പേർക്കും വരുമാനം ഇല്ലാത്ത ഞങ്ങളിത് എങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ കാർഡ് കിട്ടി, ഈ വെള്ള കാർഡ് കിട്ടിയാൽ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഏതൊരു ആനുകൂല്യവും എനിക്ക് കിട്ടത്തില്ല. ഇതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇന്നും ചെന്ന് കണ്ടു, അവർ മറുപടി എനിക്ക് തന്നില്ല. ഇവിടെ BPL കാർഡ് കിട്ടിയവരാകട്ടെ റേഷൻ കടകളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ വിഹിതമായ അരി അധിക വില കൊടുത്ത് വാങ്ങി ഭക്ഷണം കഴിക്കുകയാണ് ഈ പാവങ്ങളിപ്പോൾ. എനിക്ക് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന അരിയാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇതാ കിട്ടുന്നത് 2 രൂപയുടെ അരി, അതും വെറും അരിയാണ്. പച്ചരിയോ ഗോതമ്പോ അങ്ങനെ ഒരു ഐറ്റവും കിട്ടത്തില്ല. ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം സാറേ. എന്നാൽ കലക്ട്രേറ്റിന് എഴുതി തന്നിട്ട് അവർ അത് സ്വീകരിക്കാതെയാണ് എനിക്കിപ്പോഴും വേറെ കാർഡ് വന്നത്. ഈ കാർഡ് മാറ്റിക്കിട്ടാനായി സർക്കാർ ഓഫീസുകൾ ഇവർ കയറിയിറങ്ങുമ്പോൾ ഈ കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. 2004 സുനാമി ഉണ്ടപ്പോൾ
അത്രയും ഭയാജനകം ഉണ്ടായിട്ടില്ല മത്സ്യത്തൊഴിലാളികൾക്ക്. BPL നിലവിലുണ്ടായിരുന്നവരെ APയിലാക്കിയപ്പോൾ സുനാമിയേക്കാൾ ഭയാജനകമായ ഒരു സംഭവമാണ് കേരളത്തിലെ തീരദേശ മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണി. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അജ്ഞരാണെന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലങ്ങളിൽ വരുന്ന രാഷ്ട്രീയ ലീഡർഷിപ്പിലെടുക്കുന്ന ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളെ ഈ BPL യോഗ്യതയുള്ള BPL നിന്ന് ഒഴിവാക്കപ്പെട്ടു. പല പ്രാവശ്യവും മത്സ്യത്തൊഴിലാളികൾ ഈ ജനപ്രതിനിധികളെ കാണുകയും അവരുടെ അടുത്ത് പല പ്രാവശ്യം സമീപിച്ചിട്ട് പോലും അവർ മുഖവരിക്കെടുത്തിട്ടില്ല. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒരു തൊഴിലാളി മേഖലയിൽ പോലും ഇത്രയും അവഗണിക്കപ്പെട്ട ഒരു സമൂഹം ഇല്ല കേരളത്തിൽ. നിലവിൽ റേഷൻ കാർഡിൽ മത്സ്യത്തൊഴിലാളി എന്ന് എഴുതിയിട്ടുള്ളതും നേരത്തെ മത്സ്യത്തൊഴിലാളി എന്നുള്ള പ്രൂഫ് ഉള്ളവരും അവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന നിർവചനം എവിടെ കുറിച്ചിട്ടുണ്ടോ ആ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവനും BPL കാർഡ് കൊടുക്കാനുള്ള നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. മാധ്യമ ഇടപെടലുകളും പ്രതിഷേധങ്ങളും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അനർഹരെ പുറത്താക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു തുടങ്ങി. പരാതികളുടെ പ്രളയവും പ്രതിഷേധവുമായപ്പോൾ നടപടികൾ സർക്കാർ ശക്തമാക്കി കഴിഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരോട് റേഷൻ കാർഡുകൾ സീൽ ചെയ്യാൻ നിർദ്ദേശിച്ചതിനോടൊപ്പം പെൻഷൻ വാങ്ങുന്നവരോടും ഇതാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ 15,902 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞുപോയി കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഞങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തത് മുൻഗണനാ പട്ടികയിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കടന്നുകൂടിയിട്ടുണ്ട്, നിരവധി പെൻഷൻകാർ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിലെ ശമ്പളം കൊടുക്കുമ്പോൾ റേഷൻ കാർഡിന്റെ കോപ്പി ഹാജരാക്കണം, അത് കർശനമാക്കണം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിന് നിർദ്ദേശം കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഏതായാലും ആ സംബന്ധിച്ച് വാർത്താപത്രങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസറും DSO ഓഫീസറുമായി നിരവധി ആളുകളാണ് കാർഡ് സറണ്ടർ ചെയ്തത്. ഇത് കൂടാതെ സഹകരണ ബാങ്കിലെ ജീവനക്കാർ 25,000 രൂപയ്ക്ക് മേൽ വരുമാനമുള്ള മുഴുവൻ ജീവനക്കാരും ഇതിന്റെ പരിധി കൊണ്ടുവരണം എന്ന അടിസ്ഥാനത്തിൽ സഹകരണ രജിസ്ട്രാർക്ക് നിർദ്ദേശം പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ തലം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് ജോലിയുള്ള 25,000 രൂപയ്ക്ക് പേര് വരുമാനമുള്ളവരെ കണ്ടുപിടിക്കാൻ ശേഖരിക്കാൻ നിശ്ചയിച്ചു. 1000 സ്ക്വയർ ഫീറ്റ് മേൽ വിസ്തീർണ വീടുള്ളവർ അവരാരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ തദ്ദേശഭരണ സ്ഥാപനത്തെ സമീപിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കുറെക്കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി 1 ഏക്കർ മേൽ ഭൂമിയുള്ള ഏതെല്ലാം കുടുംബങ്ങളാണ് എന്നുകൂടി കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശം ഞങ്ങളിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റും കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്രകാരം നാനാവിധത്തിൽ ആ മാനദണ്ഡങ്ങൾ 100% ഉറപ്പുവരുത്തിക്കൊണ്ട് മുൻഗണനാ പട്ടികയിൽ തികച്ചും അർഹരായവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു പ്രവർത്തനം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. താമസിയാതെ തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇതിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൂടാതെ തന്നെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് എൻക്വയറി കിട്ടിയ അപേക്ഷമേൽ വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള എൻക്വയറിയും മറ്റു കാര്യങ്ങളും അതും ഫലപ്രദമായി നടത്താൻ ഞങ്ങളുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ സ്വരം കടുപ്പിച്ചതോടെ 22,000 ജീവനക്കാരാണ് മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായത്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർ തട്ടിപ്പിലൂടെ ലഭിച്ച കാർഡുകൾ താലൂക്ക് ഓഫീസുകളിൽ തിരിച്ചു നൽകി തുടങ്ങിയിരിക്കുന്നു. തെറ്റുതിരുത്താനായി 10-ാം തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം നിയമ നടപടികൾ കൈക്കൊള്ളും. ഫോർ ദ പീപ്പിളിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കേരളത്തിലെമ്പാടുമുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. അതുവരേക്കും നമസ്കാരം.